സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആയിഷ ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഖദറിന്റെ രാവ്, ലൈലത്തുൽ ഖദർ എന്നൊരു രാവുണ്ടല്ലോ, ആ രാത്രിയിൽ 1000 മാസം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ആ ഒരൊറ്റ രാത്രിയിലെ ഇബാദത്തിന് പുണ്യം ലഭിക്കുമല്ലോ. ഒരു രാത്രി ഖദറിന്റെ രാത്രിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ഞാൻ ചോദിക്കേണ്ടതും ചൊല്ലേണ്ടതും എന്താണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ തങ്ങൾക്ക് പ്രിയപ്പെട്ട ഭാര്യ സ്വകാര്യമായി ചോദിച്ച ചോദ്യം. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, ഇന്നക അഫ്വുൻ, നീ വളരെ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യുന്നവനും മാപ്പ് ചെയ്യുന്നവനുമാണ്. അടിയങ്ങൾ അള്ളാഹുവിനോട് ചെയ്ത തെറ്റ് കുറ്റങ്ങൾ വളരെ കൂടുതൽ മാപ്പ് ചെയ്യുന്നവനാണ് അള്ളാഹു. വാശിയുള്ളവനല്ല, കർക്കശ നിലപാടുള്ളവനല്ല, വല്ലാതെ മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യലും പൊറത്തു കൊടുക്കലും ഏടുകളിൽ നിന്ന് മായ്ക്കലും വളരെ ഇഷ്ടപ്പെടുന്നവനാണു നീ. നാം ചെയ്യുന്ന തെറ്റുകളെല്ലാം പൊറുക്കുന്നത്, അത് നമ്മുടെ ഏടുകളിൽ നിന്ന് മായ്ക്കുന്നത്, നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നത് വളരെ ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് ഫഅഫു അന്നീ, എന്നെ തൊട്ട് നീ മാപ്പ് ചെയ്യണം. ഇതാണ് ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, നാം സാഹചര്യങ്ങൾക്കടിമപ്പെട്ട് ചെയ്തു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും അതിൻ്റെ പേരിൽ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനല്ല അല്ലാഹു. മറിച്ച് ഏതെങ്കിലുമൊക്കെ വിധേനെ അത് പൊറുപ്പിക്കപ്പെടാൻ, ആ തെറ്റുകൾ പൊറുക്കാൻ അവസരങ്ങളുണ്ടാക്കി അടിമകൾ അവനോട് പൊറുക്കൽ തേടുന്നുണ്ടോ എങ്കിൽ അത് പൊറുത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു. അങ്ങനെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചെയ്ത ദോഷങ്ങളൊക്കെ ഏതെങ്കിലും വിധേനെ പൊറുക്കൽ തേടി അത് പൊറുപ്പിക്കൽ ഇഷ്ടപ്പെടുന്നവനാണ്. ഇതുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലണം, പൊറുക്കൽ തേടണം എന്ന് പറയുന്നത്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു ദോഷവും ചെയ്തിട്ടില്ല. അമ്പിയാക്കളൊക്കെ അങ്ങനെ തന്നെ. ഒരു നബിയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റു ചെയ്യുന്നവർ നബിയാവുകയില്ല. തെറ്റേതാണ് ശരിയേതാണ് എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു നിയോഗിച്ചയച്ചവരാണ് അമ്പിയാക്കൾ.
അവര് ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റും ശരിയും ഉണ്ടായാൽ പിന്നെ തെറ്റേത് ശരിയേത് എന്ന് വിവരിച്ചു കൊടുക്കാൻ വേറെ ആളുകൾ വരേണ്ടി വരും. അതുകൊണ്ട് ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ അമ്പിയാക്കൾ തെറ്റു ചെയ്യുന്നവരല്ല. അമ്പിയാക്കൾ തെറ്റ് ചെയ്യും എന്നത് മുബ്തദീങ്ങളുടെ വാദമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുൻപും പിമ്പും അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ ഒരു ദോഷവും അമ്പിയാക്കൾ ചെയ്യുകയില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു ദോഷവും ചെയ്തിട്ടില്ല, അറിഞ്ഞ് ചെയ്തിട്ടില്ല, അറിയാതെ ചെയ്തിട്ടില്ല, നബുവത്തിന്റെ മുമ്പ് ചെയ്തിട്ടില്ല, അതിനുശേഷവും ചെയ്തിട്ടില്ല. അങ്ങനത്തെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസവും അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കൽ തേടുന്നു, നീ എൻ്റെ പാപങ്ങൾ പൊറുത്തു തരണം എന്ന് ഉമ്മത്തിന് പഠിപ്പിക്കാൻ ഓരോ ദിവസവും 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയിരുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ. ഒരു തെറ്റും ചെയ്യാത്ത മുത്ത് നബി ദിവസം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 വട്ടം ചൊല്ലിയെങ്കിൽ ദിനേന 100 കണക്കിന് ദോഷങ്ങൾ ചെയ്യുന്ന നമ്മൾ എത്ര വട്ടം ചൊല്ലേണ്ടി വരും? ഇതുകൊണ്ടാണ് നിസ്കാരത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്ർ, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ എഴുന്നേറ്റ് പോവുകയല്ല, മറ്റു എന്തെങ്കിലും സംസാരത്തിൽ മുഴുകുകയല്ല, മൊബൈലും വാട്സപ്പും തുറക്കുകയല്ല. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അളീം അൽ ഖദീം അൽ കരീം الذي لا إله إلا هو الحي القيوم من كل ذنب وخطيئة وأتوب إليه. ഈ രൂപത്തിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലണം. 3 തവണ ചൊല്ലണം. اللهم أنت السلام ومنك السلام حينا ربنا بالسلام وادخلنا دار السلام تباركت وتعاليت يا ذا الجلال والإكرام ചൊല്ലണം. അതൊക്കെ നമ്മൾ പഠിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ നാം കാണാതെ പഠിക്കുന്നു, ഈ പ്രായത്തിലും പഠിക്കുന്നു. പക്ഷേ നിസ്കരിച്ചതിനു ശേഷം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലാൻ പഠിപ്പിച്ച ഇതുപോലത്തെ ഇസ്തിഗ്ഫാറുകളും ദിക്റുകളും ഒട്ടുമിക്ക ആളുകൾക്കും മനപ്പാടമില്ല. അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും മക്കളെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക്, അവര് നിസ്കരിച്ചിരുന്ന് ചെല്ലുന്നുണ്ടോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം. അതുപോലെ തന്നെ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ അത്താഴമൊക്കെ പെട്ടെന്ന് കഴിച്ച് ഒരു 2 റക്അത്തെങ്കിലും അല്ലാഹുവിന് തഹജ്ജുദ് നിസ്കരിച്ച് അപ്പോഴും ചൊല്ലണം അസ്തഗ്ഫിറുല്ലാഹ് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അത്താഴ സമയങ്ങളിൽ
പൊറുക്കൽ തേടുന്നവർ എന്ന് പ്രത്യേകം അല്ലാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞവരാണ്. അത്താഴം കഴിക്കുന്നത് വാങ്ക് വിളിക്കുന്നതിന്റെ തൊട്ട് മുൻപല്ല. നമ്മിൽ ചില ആളുകള് വാങ്ക് വിളിക്കുന്നത് വരെ, സുബഹ് വാങ്ക് വിളിക്കുന്നത് വരെ ഭക്ഷണം കഴിക്കുകയായിട്ടും വെള്ളം കുടിക്കുകയായിട്ടും നീട്ടിക്കൊണ്ടുപോകും. അത്താഴത്തെ പിന്തിക്കലാണ് സുന്നത്ത് എന്നൊരു കാര്യവും പറയും. ഞാൻ എൻ്റെ സഹോദരിമാരോട് ഉറപ്പെടുത്തുന്നു, ഒരു 5 മണിയാകുമ്പോൾ, ഇപ്പൊ 5:23 സുബഹ് ബാങ്കെങ്കിൽ, ഒരു 5 മണിയാകുമ്പോഴേക്ക് നമ്മുടെ എല്ലാ പരിപാടികളും തീരണം. അത്താഴം കഴിച്ചു തീരണം, ബ്രഷ് ചെയ്തു തീരണം, വുളു എടുത്തു തീരണം. ഇനി ബാക്കിയുള്ള 23 മിനിറ്റ് അത് ഇതുപോലെ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ അല്ലെങ്കിൽ നിസ്കരിക്കാനൊക്കെ ഉപയോഗപ്പെടുത്തണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്താഴത്തെ പിന്തിക്കലാണ് സുന്നത്ത് എന്ന് പഠിപ്പിച്ച തങ്ങൾ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് 50 ആയത്തുകൾ ഓതാനുള്ള സമയം ഉണ്ടായിരുന്നു. ഖുർആനിൽ നിന്ന് ഒരു 50ഓളം ആയത്തുകൾ ഓതാനുള്ള സമയം അത്താഴം കഴിക്കുന്നതിൻ്റെയും നിസ്കാരത്തിന്റെ സമയത്തിൻ്റെയും ഇടക്കുണ്ടായിരുന്നു. അപ്പോൾ പരമാവധി വാങ്ക് വിളിക്കുന്നത് വരെ ഈ അത്താഴത്തെ നീട്ടിക്കൊണ്ടു പോവുകയല്ല ചെയ്യേണ്ടത്. അത്താവാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു 10-20 മിനിറ്റ് മുൻപെങ്കിലും എല്ലാം അവസാനിച്ചിരിക്കണം. നന്നായിട്ട് പല്ല് തേച്ച് വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന സ്വഭാവം ഉണ്ടാവണം. അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാ, അല്ലാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാ അല്ലാഹുവിൻ്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കൽ. നബ്ബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം. നബ്ബി ഇബാദി, എൻ്റെ അടിയങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, എൻ്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കണം, അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാൻ വളരെ കൂടുതൽ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, വീണ്ടും വീണ്ടും പൊറുക്കുന്നവനാണ്, എത്രയും പൊറുക്കുന്നവനാണ്, അടിമകളോട് വളരെയേറെ കരുണ ചെയ്യുന്നവനാണ്, കാരുണ്യമുള്ളവനാണ് എന്നു നിങ്ങൾ എൻ്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ നിലക്കൊന്നും അല്ലാഹുവിനോട് പൊറുക്കൽ തേടാതെ മനസ്സറിഞ്ഞിട്ട് എൻ്റെ പാപങ്ങൾ പൊറുക്കണമെന്ന് കണ്ണും കൽബും അറിയണം. നാം വെറുതെ ചൊല്ലിയത് കൊണ്ട് മാത്രമായില്ലല്ലോ. നമ്മുടെ കൽബ് അറിയണം, നമ്മുടെ കണ്ണ് അറിയണം. കൽബും കണ്ണും അറിഞ്ഞുകൊണ്ട് പാപങ്ങൾ പൊറുത്തു തരാൻ റബ്ബിനോട് പറയണം. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹ് പൊറുത്തു തരും. സുബ്ഹാനല്ലാഹ്. അതിനൊക്കെ അല്ലാഹു തആല പല സന്ദർഭങ്ങളും നിശ്ചയിച്ചു. അതിൽപ്പെട്ടതാ റമളാനിലെ മഗ്ഫിറത്തിന്റെ 10. ആ മഗ്ഫിറത്തിന്റെ 10 ഈ രൂപത്തിൽ അല്ലാഹുവിനോട് പൊറുക്കൽ തേടണം. മനസ്സറിഞ്ഞു പറയണം, കണ്ണറിഞ്ഞു പറയണം.